അപ്പോൾ പ്ലേറ്റിംഗ് ഇപ്പോൾ എത്ര രൂപയായിട്ടുണ്ട് എല്ലാം കൂടി? പ്ലേറ്റിംഗ് 9,000 രൂപ അടുപ്പിച്ചായി. 9,000. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പൊ ചാനൽ വീഡിയോ ഇടുന്നതിൽ ഏറ്റവും കുറഞ്ഞിട്ടുള്ള പ്ലേറ്റിംഗ് അല്ലേ? ഇപ്പൊ ഈ അടുത്തിട്ടതിൽ കുറവാണ്. ഇപ്പൊ നോർമലി നമുക്ക് പഴയ വണ്ടിയൊക്കെ പ്ലേറ്റ് ചെയ്യുന്നതിന് എത്ര രൂപയാണ് അവർ വാങ്ങിക്കുന്നത്? നോർമലി വരുമ്പോൾ എഡ്ജ് സൈഡിന്റെ ബേസിക് ആയിട്ടുള്ള എഞ്ചിൻ കവർ മാത്രം ഫുള്ള് പ്ലേറ്റ് ചെയ്യുന്നതിന് പഴയ മോഡലിന് 10,000 രൂപയായിരുന്നു അവിടുത്തെ ചാർജ്. 10,000. ഇപ്പൊ ചാർജ് കൂട്ടാൻ പോകണമെന്നാണ് പറഞ്ഞത്. പാർട്സിനെല്ലാം ഈ അവരെ സ്പെയറിനെല്ലാം മനസ്സിലായി. പിന്നെ റിം ഉൾപ്പെടെയൊക്കെ ഫുള്ള് ചെയ്ത് വരണമെങ്കിൽ 16, 17, 18, ചിലത് 12 അങ്ങനെയൊക്കെ വരും. ഇതിൽ പിന്നെ റിമ്മും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 10,000-2,500 എക്സ്ട്രാ വീണ്ടും ഇതിപ്പോ ഈ നട്ടും ബോൾട്ടും മറ്റുള്ള അല്ലെ ചെറിയ സാധനങ്ങൾ ആയതുകൊണ്ടാണ് 9,000 രൂപ. ഓക്കെ. അതിനുശേഷം ബഫ് അവിടെ ബഫിംഗ് കൂടെ ചേർത്തിട്ടാണ്. ഓ, ഇത് ബഫിംഗ് ചെയ്തിട്ടാണ് 9,000 രൂപ. ബഫിംഗ് കവർ എല്ലാം കൂടെ ചേർത്തിട്ടാണ്. റാങ്ക് കേസ് ഇല്ലാണ്ട്. ഓക്കെ. ഇത് എവിടെയാണ് പ്ലേറ്റ് ചെയ്തത്? എവിടെയാണ്? കിളിമാനൂർ. ECMF. ഓക്കെ. അപ്പോൾ അടുത്തത് ഷിജിന്റെ ലേബർ ചാർജ്. എന്നെ പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് പ്ലേറ്റിംഗ് എവിടെയാണ്. നമ്മൾ ചെയ്യുന്ന കിളിമാനൂർ ECMF-ലാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത നമ്പർ കിട്ടും. ECMF വേറെ എവിടെ ഒരു സ്ഥലത്തുണ്ടോ? കാഴക്കൂട്ടത്ത്. രണ്ടും അവരുടെ തന്നെയാണ്. ഓക്കെ. ലേബർ വന്നിട്ട് 10 രൂപ. 10 രൂപ തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് ലേബർ കോസ്റ്റ് അയക്കുന്നത്. പിന്നെ ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ 10,000 രൂപ ലേബർ മേടിക്കുന്നത് ചിലരെ വിചാരം ജസ്റ്റ് പൊളിച്ച് സെറ്റ് ചെയ്യണതന്നെ മാത്രമെന്നാണ്. നമ്മളൊരു വണ്ടി ഫുള്ള് പൊളിച്ച് സെറ്റ് ചെയ്യണതന്നെ മാത്രമല്ല, ഇതിൽ നോർമലി എന്തൊക്കെ കംപ്ലൈൻസ് ഉണ്ടോ, ഇപ്പോൾ ക്ലച്ച് സൈർ ആണെങ്കിലും ടൈമിംഗ് സൈർ ആണെങ്കിലും ഹെഡ് സംബന്ധമാണെങ്കിലും എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം നമ്മൾ ഇതിൽ ക്ലിയർ ചെയ്യും. അതിനൊന്നും എക്സ്ട്രാ പൈസ ഒന്നും മേടിക്കാറില്ല. എഞ്ചിൻ ഫുള്ള് പൊളിക്കേണ്ടി വന്നാൽ മാത്രമേ പൈസ മേടിക്കാറുള്ളൂ. അല്ലാതെ ബാക്കി വർക്കുകളെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ തന്നെയാണ്. അത് ക്ലാസിക് ആണെങ്കിലും ശരി, ഏത് മോഡലാണെങ്കിലും ശരി, പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം പുതിയ വണ്ടി തന്നെ ഓയിൽ പമ്പ് വിഷയം ഉണ്ടെങ്കിലോ ഹെഡിൽ നോയ്സ് ഉണ്ടെങ്കിലോ അങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും, അതായത് ഓവറായിട്ട് എഞ്ചിൻ ഫുള്ള് പൊളിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനൊന്നും പൈസയൊന്നും എക്സ്ട്രാ ഒന്നും മേടിക്കാറില്ല. ഓക്കെ. 10 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. മറ്റുള്ളതൊക്കെ വില കൂടുമ്പോഴത്തേക്കും ഷിജിൻ എന്തായാലും 10 രൂപയ്ക്കാണ് ഇപ്പോഴും ചെയ്യുന്നത് കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, പറഞ്ഞു.